അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതൊന്നൊക്കെ വായിച്ചു നോക്കാം. അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നാവാണ്, സ്ത്രീകളെയാണ്, തഖ്വ ചെയ്യുക, മായ്ച്ചു കളയും, സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ ഒന്നാമത്തതിനോട് ചോദിച്ചത് ഏതാണ്? മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ്. അപ്പം നാവാണ് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, നരകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ കണ്ടത് ആരെയായിരുന്നു? സ്ത്രീകളെയാണ്. അപ്പം അവിടെ സ്ത്രീകളെയാണ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തത്, മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു ബാക്കി അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് എടുത്തെഴുതുക. ഇനി നാലാമത്തെ ചോദ്യം, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. അപ്പോൾ അവിടെ തഖ്വ ചെയ്യുക എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ അവിടെ സൽക്കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. ഇനി അവസാനത്തെ ആറാമത്തെ ചോദ്യം, നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. അപ്പോൾ അവിടെ മായ്ച്ചു കളയും എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം, പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത്, ഖാലിഖുൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ എന്നെഴുതുക. അപ്പോൾ അവിടെ ബി ഖുലുഖിൻ ഹസനിൻ എന്നാണ് എഴുതാനുള്ളത്. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. ഇനി രണ്ടാമത്തത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അപ്പോൾ അവിടെ ഫഇന്നഹു യറാക എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത്, കേട്ടതെല്ലാം പറയുന്നത് ശരിയല്ല, അതിൽ ബാക്കി എന്താണ്? കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പോൾ കളവ് വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇനി ഏറ്റവും അവസാനത്തെ അവിടെ ഖാബ മൻ ദസ്സാഹ എന്നാണ് എഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് അവസാനത്തത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ അവിടെ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗമായിട്ട് വരുന്നത് 2 എണ്ണം എഴുതാം എന്നുള്ളതാണ്. അപ്പം 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും 2 എണ്ണം വീതം മാത്രം ഉത്തരം എഴുതുക. ചോദ്യം 1, നാവിൻ്റെ ദോഷങ്ങൾ ഏതൊക്കെയാണ്? ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. ഇതൊക്കെ നാവിൻ്റെ ദോഷങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം വീതം മാത്രം അവിടെ എടുത്ത് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. 1 ഇൽമ് പഠിക്കുക, 2 നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാകർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം അവിടെ എടുത്തെഴുതുക. ഇനി മൂന്നാമത്തത്, സൽ സ്വഭാവത്തിൽ പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ സൽ സ്വഭാവത്തിൽ പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിലേതെങ്കിലും 2 എണ്ണം വീതം മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. ഏതൊക്കെയാണ്? നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറയ്ക്കുക, നന്ദി ഉള്ളവനാവുക, സത്യസന്ധത, പിന്നെ പാപങ്ങൾ വെടിയുക. അപ്പോൾ ഇത് മുഴുവൻ സൽസ്വഭാവത്തിൻ്റെ പെട്ട ചില കാര്യങ്ങളാണ്.
അപ്പോൾ അവിടെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തെഴുതുക. ഇനി നാലാമത്തെ ചോദ്യം, മനസ്സിൻ്റെ രോഗങ്ങൾ. ഇപ്പോൾ മനസ്സിനും ശരീരത്തിനും കൽബിനൊക്കെ രോഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ രോഗങ്ങളാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. അപ്പോൾ ഇത് മുഴുവൻ മനസ്സിൻ്റെ രോഗങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി വ്യക്തമാക്കുക. ചോദ്യം 1, സൽ സ്വഭാവം. അപ്പോൾ സൽ സ്വഭാവം എന്നാൽ എന്താണ് എന്നാണ് അവിടെ ചോദിച്ചത്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പ്രശംസനീയമായ വാക്കുകളും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസിക അവസ്ഥയ്ക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് സൽ സ്വഭാവം എന്നതിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തത് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉത്തരം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അപ്പം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുന്നതിനാണ്, ഉദ്ദേശിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? തസ്കിയത്തുൽ ഖുലൂബ്. ഉത്തരം ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. ഇതിനാണ് എന്ത് പറയുക? തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതാം. ചോദ്യം 1, ഖൽബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? ഉത്തരം ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്. ഇതാണ് ഖൽബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ക്രമത്തിലാക്കാം. അവിടെ കൊടുത്തത് ക്രമം തെറ്റിച്ചിട്ടാണ്. നമ്മൾ ക്രമത്തിലാക്കിയിട്ട് ഉത്തരം എഴുതണം. മാ ബൈന ലഹിയൈഹി അൽമൻ ലഹുൽ ജന്ന മൻ യൽമൻ ലീ വമാ ബൈന റിജ്ലൈഹി. അപ്പം അത് പൂരിപ്പിച്ച് അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? മൻ യൽമൻ ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന എന്ന് വരും. ഒന്നുകൂടെ നോക്കാം. മൻ യൽമൻ ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.